സുഹൃത്തുക്കളെ, അങ്ങനെ ഒരാഴ്ച കൂടി കടന്നു പോയിരിക്കുകയാണ്. പ്രതിവാര ചിന്തകളിൽ ഇപ്പോൾ കഴിഞ്ഞ പ്രധാനമായിട്ടൊന്ന് എടുത്തു പറയാനുള്ളത് ഡോക്ടറുടെ കൊലപാതകവും അതിനോടനുബന്ധിച്ചുള്ള വിഷയങ്ങളുമാണ്. വ്യാപകമായ പ്രതിഷേധം നടന്നു. അപ്പോൾ അതെ, ഹോസ്പിറ്റലുകളിലൊക്കെ പിന്നെ ഡോക്ടർമാരും അതുപോലെ പൊതുജനങ്ങളൊക്കെ പ്രതിഷേധിച്ചു എന്നുള്ളതാണ്. കാരണം ഡോക്ടർമാർ സംരക്ഷിക്കപ്പെടേണ്ടവരാണ്, അതല്ലാതെ അവർ ആക്രമിക്കപ്പെടേണ്ടവരല്ല. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, നമ്മൾ വയനാട് പ്രളയത്തിന് ശേഷം അല്ലേ ജാഫർക്ക, അപ്പോൾ അതിനുശേഷം വയനാടിനെ സഹായിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഗവൺമെൻറ് വ്യാപകമായ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ആശ്വാസകരമായ ഒരു സംസാരമാണ്. കൈകളിൽ എത്തണം. അതിൻ്റെ അതെ, തീർച്ചയായിട്ടും. പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത്, പിന്നെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരാഴ്ച ഈ നല്ല വെയിലായിരുന്നു അല്ലേ, 1-2 ദിവസം നന്നായിട്ട് നല്ല വെയിലായിരുന്നു, നല്ല കാലാവസ്ഥയായിരുന്നു. പിന്നെ ഒന്ന് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഉള്ള വെയിലിന് നല്ല ചൂടാണ് അല്ലേ ഇതിനിടക്ക്. ഏതായാലും കാലാവസ്ഥ വ്യതിയാനം. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, ഇനിയും വയനാട് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലുകളും തീർച്ചയായിട്ടും എടുക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം. പിന്നെ ഈ ആഴ്ച നമ്മൾ വ്യക്തിപരമായി മെച്ചപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ്. പുസ്തക വായന പുനരാരംഭിച്ചു. ലക്ഷ്യങ്ങൾ എന്നുള്ള പുസ്തകമാണ് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ജാഫർക്ക, എന്താണ് കഴിഞ്ഞ ആഴ്ച എന്താണ് പ്രധാന മാറ്റം? ഏത് പുസ്തകമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ ലത്തീഫ് പറമ്പിലെ തെറ്റും ശരിയും അതാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. വായിച്ചു കഴിഞ്ഞു. എന്താണ് അതിൽ പ്രമേയം? അത് പിന്നെ പത്രപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അനുഭവങ്ങളാണ്. മൂപ്പര് മാധ്യമത്തിലും മാതൃഭൂമിയിലൊക്കെ ദീർഘകാലം വർക്ക് ചെയ്തതിൻ്റെ മൂപ്പർക്ക് ആ പത്ര ഓഫീസുകളിലുണ്ടായ അനുഭവങ്ങൾ, പിന്നെ പ്രൂഫ് റീഡിങ്ങിലുണ്ടായ രസകരമായ പല അനുഭവങ്ങളും അതിൽ അദ്ദേഹം വളരെ രസകരമായിട്ട് തന്നെ അതിൽ സമർപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ വായിക്കേണ്ട ഒരു പുസ്തകമാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ പുസ്തക വായന താങ്കൾ പുനരാരംഭിച്ചു എന്ന് പറയാൻ പറ്റില്ല. സ്ഥിരമായിട്ട് വായിക്കുന്നതാണല്ലോ അല്ലേ? അപ്പോൾ ഞാൻ ഏതായാലും ഇടക്കാലത്ത് പുസ്തകങ്ങൾ ടൈം കിട്ടായിട്ടാണ്. പക്ഷേ ഞാൻ വീണ്ടും ഇംഗ്ലീഷ് പുസ്തകങ്ങൾ അതേപോലെ മലയാളം പുസ്തകങ്ങൾ ഇതൊക്കെ ഞാൻ അവിടെ എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ലക്ഷ്യങ്ങൾ എന്നുള്ളൊരു പുസ്തകമാണ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കണം. എന്ത് തടസ്സമുണ്ടായാലും അതിൻ്റെ ഒരു സ്റ്റെപ്പ് തന്നെയെങ്കിൽ നമ്മൾ എടുത്തിരിക്കണം എന്നാണ് ആ പറയുന്നത്. അപ്പോൾ ആ പുസ്തകം, അതായത് ഒരു പുസ്തകം വായിച്ചതിന് ശേഷമുള്ള വ്യക്തി ആയിരിക്കില്ല പുസ്തകം വായിക്കാത്ത ഒരു വ്യക്തി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ എന്തായാലും പുസ്തക വായനയാണ് ഈ ആഴ്ചയിൽ നിറഞ്ഞ വീടും അതെ പൂക്കൾ നിറഞ്ഞ പൂന്തോട്ടവും ഒരു ഐശ്വര്യം പ്രദാനം ചെയ്യുന്നതാണ് പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ കറക്റ്റ് ഒരു വാക്ക്. വളരെ നല്ലത്. അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ, സംഭവബഹുലമായ ഒരാഴ്ച തന്നെയാണ് കടന്നുപോയത്. ഏതായാലും വയനാടിനെ ഒന്നുകൂടി ഓർത്തുകൊണ്ട് വയനാടിന് വേണ്ടി നമ്മളാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.